സോ ഇന്ന് നമുക്ക് ഇന്നത്തെ സെഷനിലുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളത് ഫാസ്റ്റ് എ പി ഐ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ദെൻ സ്ട്രീംലിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമാണുള്ളത്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഫ്ലാസ്ക് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേജസ്, CSS അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ആഡ് ചെയ്യാം, അതിനെ എങ്ങനെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ടെസ്റ്റ് ചെയ്യാം, യൂസർ ഇൻപുട്ട് എങ്ങനെ സ്വീകരിക്കാം, അതുപോലെ പ്രോഗ്രാമിൽ നിന്നുള്ള ഔട്ട്പുട്ട് എങ്ങനെ HTML പേജിലോട്ട് സെൻഡ് ചെയ്യാം, മോഡൽ ഒരു ട്രെയിൻഡ് മോഡൽ ഉണ്ടെങ്കിൽ അതിന്റെ മോഡൽ ഫയൽ ലോഡ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ യൂസർ ഇൻപുട്ടിന് ഒരു പ്രഡിക്ഷൻ എടുത്ത് അതിൽ ഔട്ട്പുട്ട് കാണിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതിൽ തന്നെ അതിന്റെ നമ്മുടെ ലോക്കൽ ഇൻസ്റ്റാളേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന കൂടാണ്ട് പൈത്തൺ എനിവെയർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെ അത് ഡിപ്ലോയ് ചെയ്യാം എന്നുള്ള എക്സാമ്പിളും ലൈക്ക് നമ്മൾ ട്രൈ ചെയ്തു. ബട്ട് സെഷനിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് ഡിസ്കോഡിൽ ഇട്ടിട്ടുണ്ട്. സോ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ നമ്മൾ ചെയ്തൊരു ചെറിയൊരു കുറച്ച് ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ ഫയൽസ് പ്രോപ്പറായിട്ട് അതിലോട്ട് ലോഡ് ചെയ്യുന്ന മെത്തേഡിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. സോ അത് വീഡിയോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പൈത്തൺ എനിവെയറിലോട്ട് നിങ്ങൾക്ക് ആ ലോക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ വെബ് ആപ്പ് നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രൈ ചെയ്തത്. സോ ദെൻ ഫ്ലാസ്കിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അതൊരു ലൈറ്റ് വെയ്റ്റ് ഫ്രെയിംവർക്ക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഇതിന്റെ HTML ഡിസൈൻ, CSS, പേജിന്റെ ഡിസൈൻ, ലേഔട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമുക്കതിൽ കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡിപ്ലോയ്മെന്റ് ആണെങ്കിലും നമ്മൾ ചെയ്തപ്പോൾ അതിൽ എത്രത്തോളം സ്റ്റെപ്പുകൾ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഫ്ലാസ്കിന്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അത് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വേറൊരു ഫ്രെയിംവർക്ക് നമുക്കുണ്ട്, സ്ട്രീംലിറ്റ് എന്ന് പറയുന്ന ഫ്രെയിംവർക്ക്. ഓക്കെ, സോ അതും ഇതുപോലെ തന്നെ വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാനും അത് ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ്. കമ്പയർഡ് ടു ഫ്ലാസ്ക് അത് അല്പം കൂടെ സ്ട്രീംലിറ്റ് ഈസിയാണ്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇപ്പം ഈ പറയുന്ന വെബ് ആപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമ്മളത് ട്രെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ട്രെയിനിങ് ടെസ്റ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ദെൻ ഫൈനലി അതിന്റെ പ്രഡിക്ഷൻ ആ മോഡലിന്റെ ആക്ച്വൽ യൂസിലോട്ട് നമ്മൾ അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് വേറൊരാൾക്ക് ആ മോഡലിന്റെ പ്രഡിക്ഷൻസ് എടുക്കണം അല്ലെങ്കിൽ ആ മോഡൽ യൂസ് ചെയ്യണം. സോ മോഡൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു വെബ് ആപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it will be easy for that person to give inputs and take output from the model. ഓക്കെ, സോ അങ്ങനെ ഒരു റിക്വയർമെന്റ് വന്നു കഴിയുമ്പോൾ ഞാൻ മെയിനായിട്ടും രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളതായിട്ട് ഇതിൽ പറഞ്ഞിരുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കതൊരു വെബ് ആപ്പ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ അതൊരു തേർഡ് പേഴ്സണ് യൂസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്ത മോഡലിന് നമുക്ക് ടു ഓപ്ഷൻസ് ആർ ദർ. ലൈക്ക് ഫസ്റ്റ് വൺ ഈസ് വെബ് ആപ്പ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ API, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ വെബ് ആപ്പ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ഫ്രെയിംവർക്കാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ലൈക്ക് അതിന് വേണ്ടിയിട്ട് വെബ് ആപ്പ് പോലെ ഫ്ലാസ്കിന് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ് സ്ട്രീംലിറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം. ദെൻ ഇനി API ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന API എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ടൂൾ ലൈബ്രറി എന്ന് പറയുന്നത് ഫാസ്റ്റ് API എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, സോ കമ്പയർ ടു ലൈക്ക് വെബ് ആപ്പിന് നമുക്ക് എന്താ പറയുക, അതിനൊരു യൂസർ ഇന്റർഫേസ് ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട്, അതുപോലെ ഒരു പേജ് ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്ലാസ്ക് യൂസ് ചെയ്താലും സ്ട്രീമിൽ ഡിസൈൻ ചെയ്താലും രണ്ടിനും ഉണ്ടാവും. ഓൺലി ഡിഫറൻസ് ഈസ് ഫ്ലാസ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൽ എന്താണ് എല്ലാ കാര്യത്തിലും കൺട്രോൾ ഉണ്ട്. സ്ട്രീമിലിറ്റിൽ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള കുറച്ച് ബിൽറ്റിൻ ആയിട്ടുള്ള ലൈക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫീച്ചേഴ്സും ടൂളുകളും വിഡ്ജറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ ഓൺ എ ബിൽഡിംഗ് പെർസ്പെക്ടീവ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീംലിറ്റ് ഈസിയാണ്, ഫ്ലാസ്ക് കുറച്ചും കൂടെ
ഡീറ്റെയിൽഡ് ആണ്. അതായത് മോർ കൺട്രോൾ അതിലുണ്ട്. ബട്ട് ഈസിനെസ് കമ്പയർഡ് ടു സ്ട്രീംലിറ്റ്, ഫ്ലാസ്കിന് ഈസിനെസ് ഇത്തിരി കുറവാണ്. ഓക്കെ. അപ്പം വെബ് ആപ്പിന് നമുക്ക് ഫ്രണ്ട് എൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെബ് ആപ്പ് അല്ലാതെ, അതായത് ഫ്രണ്ട് എൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടാണ്ട് നമുക്ക് വെറുതെ നമ്മുടെ ലൈക്ക് ഒരു ഇന്റർനെറ്റ് കണക്റ്റഡ് ഡിവൈസിലൂടെ നമ്മുടെ ഡേറ്റ മാത്രം നമുക്ക് സെൻഡ് ചെയ്യണം. അതായത് നമ്മുടെ ഇൻപുട്ട്, നമുക്ക് ഏത് ഡേറ്റയിലാണോ നമുക്ക് ഇൻപുട്ട് ഡേറ്റയിലാണോ നമുക്ക് പ്രഡിക്ഷൻ എടുക്കേണ്ടത്, ആ ഡേറ്റ മാത്രം നമുക്ക് സെൻഡ് ചെയ്യണം. എന്നിട്ട് ഈ മോഡലിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് തിരിച്ച് നെറ്റിലൂടെ തന്നെ ഈ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അവിടെ നമുക്ക് ഫ്രണ്ട് എൻഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വെബ് പേജോ ഇന്റർഫേസോ ഒന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു HTML റിക്വസ്റ്റ് ആയിട്ട് ആ ഡേറ്റ പോകണം, അതുപോലെ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ API ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിൽ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന API എന്ന് പറയുന്നത് ഫാസ്റ്റ് API എന്ന് പറയുന്ന ലൈബ്രറി വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. സോ ഈ ഒരു API ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ജനറിക് ആണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഈ API കോൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു മൊബൈൽ ആപ്പിന് അത് യൂസ് ചെയ്യാം. അതല്ല വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിന് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും ഒരു സ്മാർട്ട് വാച്ചിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഏത് ഡിവൈസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒരു ഡിപ്ലോയ്മെന്റ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ API ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ഡെസ്ക്ടോപ്പ് PC-യിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് PC-യിൽ ഓർ ഈവൻ മൊബൈൽ ബ്രൗസർ, മൊബൈലിൽ ഒരു ബ്രൗസറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പോലെ ആക്കുന്നതിനാണ് നമ്മൾ വെബ് ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ നമുക്ക് ആദ്യമായിട്ട് സ്ട്രീംലിറ്റ് വെച്ചിട്ട് എങ്ങനെ ഈ പറയുന്ന നമ്മൾ ഈവൻ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ആപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സോ അഗെയിൻ നമ്മളിത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് വേണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് ഗൂഗിൾ കൊളാബിലോ അല്ലെങ്കിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലോ അല്ല ഇത് ചെയ്യേണ്ടത്. ഓക്കെ. സോ അതിനായിട്ട് VS കോഡ് ഓപ്പൺ ചെയ്യണം. സോ ഞാൻ ഓൾറെഡി സ്ട്രീംലിറ്റ് വേണ്ടിയിട്ട് ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതാണ് ഈ VS കോഡിൽ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. സോ റൈറ്റ് നൗ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത ഫുൾ ലൈക്ക് നമ്മുടെ ഐറിസ് ഡാറ്റ സെറ്റിലുള്ള ആ ഒരു ഫുൾ എക്സാമ്പിൾ ആണ് ആക്ച്വലി ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ തൽക്കാലം അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. തൽക്കാലം ഈ ഒരു main.py ഫയലിന് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ. സോ അത് നമ്മൾ ഗ്രാജുവലി അതിന്റെ പ്രോഗ്രഷൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആവുള്ളൂ. സോ റൈറ്റ് നൗ നിങ്ങൾക്ക് ഒരു സ്ട്രീംലിറ്റ് ആപ്ലിക്കേഷൻ വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൊജക്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് സംതിങ് ലൈക്ക് മൈ പ്രൊജക്ട് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ആ ഫോൾഡർ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന ലൈബ്രറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീംലിറ്റ് എന്ന് പറയുന്ന ലൈബ്രറി ആവശ്യമാണ്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് pip install streamlit എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെർമിനലിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ ലൈക്ക് ഈ ഒരു രീതിയിൽ pip install streamlit കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. എനിക്കിത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ദെൻ നമുക്ക് വേണ്ടത് അതിന്റെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. ഇമ്പോർട്ട് streamlit as st, നമ്മൾ ഒരു ഷോർട്ട് നെയിം നമ്മൾ കൊടുത്ത് അതിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. സോ റിമൈനിങ് എനിക്ക് കുറച്ച് അഡീഷണൽ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇവിടെ ഉണ്ട്. തൽക്കാലം ഞാനത് ഇഗ്നോർ ചെയ്യുവാണ്. ഓക്കെ. സോ അതിനുശേഷം അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഒരു പാർട്ട് കമന്റ് ചെയ്തിടുവാണ്. നമുക്ക് ഗ്രാജുവലി അത്
അൺകമന്റ് ചെയ്ത് വരാം. സോ എന്താണ് ആപ്പിൽ വരുന്ന ചേഞ്ച് നമുക്ക് നോക്കാം. സോ ഓക്കെ, തൽക്കാലം ഇതും കൂടെ കമന്റ് ചെയ്തിടാം. നമുക്കിപ്പോൾ തൽക്കാലം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ ആവശ്യമുള്ളൂ. ഇമ്പോർട്ട് സ്ട്രീംലിറ്റ് ആസ് എസ് ടി ആൻഡ് എസ് ടി ഡോട്ട് ടൈറ്റിൽ ഫ്ലവർ ക്ലാസിഫിക്കേഷൻ ആപ്പ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീംലിറ്റ് ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ലോക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, സോ അതിനായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്ട്രീംലിറ്റിൽ നമ്മൾ HTML പേജോ അല്ലെങ്കിൽ CSSO അങ്ങനെയുള്ള ഡിസൈൻസോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ബിൽറ്റ് ഇൻ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ പേജ് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഇത് റൺ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ഈ ഒരു കമാൻഡ് കൊടുക്കാം. സ്ട്രീംലിറ്റ് റൺ മെയിൻ ഡോട്ട് py എന്ന് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഈ ഒരു കമാൻഡ് സപ്പോസ് നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ വർക്ക് ചെയ്തില്ല എന്ന് വരും. സോ ആ കേസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം വിൻഡോസ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ്, ഈ ഒരു കമാൻഡ് വെച്ച് ഇക്വലന്റ് ആണ് സ്ട്രീംലിറ്റ് റൺ ആപ്പ് ഡോട്ട് py എന്ന് കൊടുക്കുന്നതിന് ഇക്വലന്റ് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് കമാൻഡ്, അതായത് പൈത്തൺ -m സ്ട്രീംലിറ്റ് റൺ നമ്മുടെ ഫയലിന്റെ പേര്. സോ ഇവിടെ എനിക്ക് മെയിൻ ഡോട്ട് py എന്നാണ് എൻ്റെ ഫയലിന്റെ പേര്. സോ ഞാനത് ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്, മെയിൻ ഡോട്ട് py. ഓക്കെ, then പ്രസ് എന്റർ. ഓക്കെ, സോ ഇതിൽ മോഡ്യൂൾ നോട്ട് ഫോൺ സ്ട്രീംലിറ്റ് എന്ന് പറയുന്ന ഒരു എറർ വരുന്നത് അത് ലൈബ്രറി ഇൻസ്റ്റാൾഡ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് എനിക്ക് സെലക്ട് ആയിട്ടില്ല. നിങ്ങൾക്കത് നിങ്ങളുടെ ഗ്ലോബൽ വെർഷനിൽ സ്ട്രീംലിറ്റ് ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എറർ വരത്തില്ല. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു എൻവയോൺമെന്റിൽ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ ആ സിമ്പിൾ ആയിട്ട് ആ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ലൈക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഫ്ലാസ്ക് ചെയ്തപ്പോൾ കിട്ടിയ പോലെ തന്നെ ലൈക്ക് ഇതുപോലൊരു മെസ്സേജസ് ഒക്കെ വരും. ലൈക്ക് യു ക്യാൻ വ്യൂ യുവർ സ്ട്രീംലിറ്റ് ആപ്പ് ഇൻ യുവർ ബ്രൗസർ ലോക്കൽ ഹോസ്റ്റ്. ഈ ഒരു പോർട്ടൽ ഇത് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള ഏത് സിസ്റ്റത്തിൽ നിന്നും നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു IP അഡ്രസ് നിങ്ങൾ കൊടുത്താൽ മതിയാവും. ബട്ട് സെയിം നെറ്റ്വർക്കിൽ നിങ്ങൾ ആ സിസ്റ്റം കണക്റ്റഡ് ആയിരിക്കണം. സോ ഞാനിത് ജസ്റ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുവാണ്. കൺട്രോൾ ക്ലിക്ക് കൊടുത്താൽ മതി. ഓക്കെ, സോ ബേസിക്കലി എന്താണ്, ഒരു വെബ് പേജ് വന്നിട്ടുണ്ട്. വെബ് പേജിൽ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. വേറെ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഞാനൊരു ടൈറ്റിലിനുള്ള കോഡ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ബേസിക് ആയിട്ടൊരു ലൈക്ക് ആപ്പ് നമുക്ക് ലൈക്ക് ലോക്കലി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഗ്രാജുവലി ഓരോ അഡീഷണൽ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. സോ അതറിയാനായിട്ട് നമുക്ക് സ്ട്രീംലിറ്റിന്റെ ഡോക്യുമെന്റേഷനിലോട്ട് പോകാം. സോ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് docs.streamlit.io എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫണ്ടമെന്റൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബേസിക് എക്സാമ്പിൾസ് അതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടൊരു ഡേറ്റ ഫ്രെയിമിങ്ങിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം ഈ വെബ് പേജിൽ. സപ്പോസ് ഇങ്ങനെ ഒരു ഡേറ്റ ഫ്രെയിം ഉണ്ടെന്ന് വിചാരിക്കുക എനിക്ക്. ഓക്കെ, ഇവിടെ ഡേറ്റ ഫ്രെയിം ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോഡും കൂടി എഴുതിയിട്ടുണ്ട്. ലൈക്ക് അഡീഷണൽ ടു ഒരു പാൻഡാസ് ലോഡിങ്ങിന് ശേഷം. സോ പാൻഡാസ് ലോഡിങ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഇവിടെ ഒരു പാൻഡാസ് ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ആപ്പിന്റെ ടൈറ്റിൽ ഉണ്ട്. ദെൻ സിംപ്ലി DF എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഞാൻ സേവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ റിഫ്രഷ് ചെയ്യാം.
ഓക്കെ, സോ നമ്മളിപ്പോൾ കൊടുത്ത ആ ഡേറ്റ ഫ്രെയിം ഉൾപ്പെടെ ഇപ്പോൾ ഈ പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റ ഫ്രെയിം വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈവൻ ഒരു ഫയലിൽ നിന്ന് നിങ്ങൾ ഒരു ഫയൽ ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഫ്യൂ റോസ് ഡോട്ട് ഹെഡ് കൊടുത്തിട്ടായാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇത് ഒരു രീതി, ലൈക്ക് നമുക്കൊരു ഡേറ്റ ഫ്രെയിമിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആ പേജിൽ ഷോ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രീംലൈറ്റിൽ ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോ ഇത് സിംപിളി ലൈക്ക് ഒരു ടേബിൾ ആയിട്ട് നമുക്ക് അത് കാണണം. ലൈക്ക് st.write എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. സോ അത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ ഒരു നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കിട്ടും. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു പാർട്ട് ചേഞ്ച് ചെയ്യുവാണ്. സോ st.write കൊടുത്താൽ ഒരു ടെക്സ്റ്റ് ഇൻഫർമേഷൻ അതിന്റെ ടോപ്പിൽ വരും. ദെൻ അതിന്റെ കൂടെ ലൈക്ക് ഈ ഒരു ഡേറ്റ ഫ്രെയിം കൂടെ ഇടാൻ പറ്റും. സോ ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ആ വെബ് ഇവിടെ റണ്ണിങ് ആണ്. സോ എനിക്ക് ഇവിടെ ജസ്റ്റ് റിഫ്രഷ് ചെയ്താൽ മതി അഡീഷണൽ ആയിട്ട് കൊടുത്ത ചേഞ്ചസ് കാണാനായിട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൊടുത്ത മെസ്സേജ് ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ആ ഡേറ്റ ഫ്രെയിമിന്റെ കോളംസ് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് st.title കൊടുക്കാൻ ഒരു വലിയ എന്താണ് ഹെഡിങ് പോലെ ടൈറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് st.title. സിമ്പിൾ ആയിട്ട് ഒരു ടെക്സ്റ്റ് ഇൻഫർമേഷൻ ഇതിൽ അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ st.write എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഡേറ്റ ഫ്രെയിം എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ st.write എന്താണോ നിങ്ങളുടെ ഡേറ്റ ഫ്രെയിം അതവിടെ പാസ് ചെയ്യുക. അത് നിങ്ങൾ ഇവിടെ ഈവൻ വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു ഡേറ്റ ഫ്രെയിം ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫയലിൽ നിന്ന് ലോഡ് ചെയ്തിട്ടായാലും നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കും. സോ ഈ ഒരു എക്സാമ്പിൾ അത് ബേസിക് ആയിട്ട് ഒരു വെബ് ആപ്പ് ലൈക്ക് യൂസിങ് സ്ട്രീംലിറ്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ?